நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാട്ടുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശിവഭഗവാൻ ക്ഷേത്രസന്നിധിയിലേക്ക് എഴുന്നള്ളാൻ പോകുമ്പോൾ ആ ഉരൽ കൊണ്ട് പൊൽച്ചൂർണം ഇടിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് ഭഗവാൻ എഴുന്നള്ളാൻ പോകുമ്പോൾ അവിടെ കൂടുന്ന ജനങ്ങൾ ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. ജനങ്ങൾ മാത്രമല്ല, ദേവദേവന്മാരും ആ പുണ്യ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ശിവഭഗവാനെ എതിരേൽക്കാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. ആ ശിവഭഗവാന്റെ എഴുന്നള്ളിപ്പിന് മുമ്പുള്ള ആ തയ്യാറെടുപ്പാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നോക്കൂ, ഉലക്കകൾ കണിയിപ്പാൻ കാശുമാല, ഉരലുകൾ പട്ടാള ചുറ്റിവയ്പ്പിൻ, ഭക്തന്മാരാകുന്നോരടിയാന്മാരെ എന്നെന്നും വാഴുകെന്ന് വാഴ്ത്തിയിടുവിൻ, ദേശമെല്ലാം പുകഴ്ന്നിടുന്നതാം തിരുവേഗ അമ്പലത്തിലുള്ള ഭഗവാനെ വാഴ്ത്തി ബന്ധങ്ങൾ വിനകൾ അകറ്റിവച്ച് പാടിപ്പൊൻ ചൂർണം ഇടിച്ചിടണം. പാടിക്കൊണ്ട് നമുക്ക് ആ ചൂർണം ഇടിക്കണം. എങ്ങനെയാണ് ഇടിക്കുന്നത്? ഉലക്കകൾ കൊണ്ടാണ് ഇടിക്കുന്നത്. ഉരലിൽ ഉലക്ക കൊണ്ടാണ് ഇടിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഉലക്കകൾ കണിയിപ്പിൻ കാശുമാല. ഉലക്ക ഇങ്ങനെ മുകളിലേക്ക് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാക്കാൻ വേണ്ടി അതിൽ കാശുമാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ താഴത്തേക്ക് വരുമ്പോഴും ആ കാശുമാല കിടന്ന് ശബ്ദമുണ്ടാക്കി ഒരു താളം സൃഷ്ടിക്കും. ഉരലുകൾ പട്ടാട ചുറ്റിവയ്പ്പിൻ. ഉരലുകളെല്ലാം പട്ടാട കൊണ്ട്, ചുവന്ന പട്ടാട കൊണ്ട് ചുറ്റി അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെയേറെ അലങ്കരിക്കപ്പെട്ട ഉരലും ഉലക്കയും കൊണ്ടാണ് ഈ പൊടി നിർമ്മിക്കുന്നത്. കാരണം ശിവഭഗവാന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ ഉരലിനെയും ഉലക്കയെയും പോലും അവർ ശിവഭഗവാന്റെ പ്രതീകങ്ങളായി കണ്ട് ആണ് ഇവിടെ അതിനെ അലങ്കരിക്കുന്നത്. നോക്കൂ, ഭക്തന്മാരാകുന്ന ഒരടിയാന്മാരെ എന്നെന്നും വാഴുകെന്ന് വാഴ്ത്തിടുവിൻ. അപ്പോൾ നൂറുകണക്കിന് ഭക്തന്മാർ അവിടെ കൂടിയുണ്ട്. ഈ രംഗം കാണാൻ വേണ്ടി, ഈ പൊടി പൊടിക്കുമ്പോൾ ശിവഭഗവാൻ എഴുന്നള്ളുന്നത് കാണാൻ വേണ്ടിയിട്ട് അനേകം ഭക്തന്മാർ അവിടെ തിങ്ങിക്കൂടിയുണ്ട്. അവരെ എന്നെന്നും വാഴുകെന്ന് വാഴ്ത്തിയിടുവിൻ. ദീർഘകാലം സുഖമായി ഈ ഭൂമിയിൽ വാഴട്ടെ എന്ന ദീർഘായുസ് അവർക്ക് നേർന്നുകൊണ്ട് അവർ പാടുന്നു. ദേശമെല്ലാം പുകഴ്ന്നിടുന്നതാം തിരുവേഗ അമ്പലത്തിലുള്ള ശിവനെ വാഴ്ത്തുക. തിരുവേഗ അമ്പലം ഏതാ? കാഞ്ചീപുരത്തുള്ള ഏകാംബരനാഥ ക്ഷേത്രമാണ്. ആ കാഞ്ചീപുരത്തുള്ള ഏകാംബര ക്ഷേത്രത്തിലേക്ക് ഇതാ ശിവൻ എഴുന്നള്ളാൻ പോകുന്നു. ഈ പൊടി ഉണ്ടാക്കുന്ന സ്ത്രീകളെ അഭിനന്ദിക്കാൻ വേണ്ടി, ആശീർവദിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയുള്ള ഏകാംബരനാഥ ക്ഷേത്രത്തിലെ ശിവഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഇതാ വരുന്നു. ബന്ധങ്ങൾ വിനകൾ അകറ്റിവച്ച് പാടിപ്പൊൻ ചൂർണം ഇടിച്ചിടണം. പൊൻചൂർണം നമുക്കിടിക്കാം. എന്ത് ചെയ്തിട്ട്? ബന്ധങ്ങൾ വിനകൾ അകറ്റിവച്ച്, മനസ്സിലെ എല്ലാ ബന്ധങ്ങളും മാറ്റിവച്ച്, മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും വിനകളുമെല്ലാം മാറ്റിവച്ച് നമുക്ക് ഈശ്വരസ്മരണയോടുകൂടി, ഈശ്വരസ്തുതിയോടുകൂടി ഈ പൊൻചൂർണം ഇടിക്കാം. ഭഗവാൻ വന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹരിയും വീഥിയും കടദീപമേന്തും ഇന്ദ്രാദിദേവരും മറ്റുള്ളവരും നമ്മൾക്ക് മുമ്പിലായി ദീപമേന്താൻ സമ്മതം നൽകുകയില്ല നമ്മൾ.
അപ്പോൾ ശിവഭഗവാൻ എഴുന്നള്ളുമ്പോൾ എതിരേൽക്കാൻ വേണ്ടി ഹരിയും വിധിയും വിഷ്ണുവും ബ്രഹ്മാവും പിന്നെ കുടത്തിനുള്ളിൽ വച്ച ദീപങ്ങളുമായി അവർ ഇതാ ശിവഭഗവാനെ എതിരേൽക്കാൻ വേണ്ടി എഴുന്നള്ളുന്നു. അപ്പോൾ ഏറ്റവും മുന്നിൽ ബ്രഹ്മാവും വിഷ്ണുവും നിൽക്കുകയാണ്. എങ്ങനെ? കുടത്തിലെ ദീപവും ഏന്തിക്കൊണ്ട്. കുടത്തിലെ ദീപം സാധാരണ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ ശിവാരാധനയുടെ ഒരു പ്രതീകമായിട്ടാണ് കുടത്തിൽ വിളക്ക് വച്ചിട്ട് എതിരേൽക്കുക. അങ്ങനെ കുടത്തിൽ വിളക്ക് വച്ചിട്ട് വിളക്ക് കത്തിച്ച് ഹരിയും വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രാദി ദേവന്മാരും മറ്റുള്ളവരും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നു. നമ്മൾക്ക് മുന്നിലായി ദീപമേന്താൻ സമ്മതം നൽകുകയില്ല നമ്മൾ. അപ്പോൾ ഈ തോഴിമാർ പറയുകയാണ്, ഈ ദേവന്മാരും അതേപോലെ തന്നെ വിഷ്ണുവൊക്കെ വന്നാലും നമ്മളായിരിക്കണം ശിവനെ എതിരേൽക്കാൻ ഏറ്റവും മുൻപന്തിയിൽ ദീപവും ഏന്തി നിൽക്കേണ്ടത്. അതിനുശേഷമേ ബ്രഹ്മാദി ദേവന്മാർക്കെല്ലാം സ്ഥാനമുള്ളൂ എന്ന് പറയാണ്. സമ്മതം നൽകുകയില്ല നമ്മളൊരിക്കലും അവരെ മുന്നിൽ നിർത്താൻ സമ്മതിക്കില്ല. നമ്മളായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. എന്താ? ദീപങ്ങൾ കൊളുത്തി നമ്മൾക്ക് മുന്നിലായി ദീപവുമായി നമ്മൾ നിൽക്കണം. അപ്പോൾ നമ്മൾ ദീപവും കൊളുത്തിക്കൂടെ ഏറ്റവും മുന്നിൽ നിൽക്കും. അതിൻ്റെ പിന്നിൽ മാത്രമാണ് ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും ഒക്കെ നിൽക്കുള്ളൂ. പിന്നെ നോക്കൂ, സമ്മതം നൽകുകയില്ല നമ്മൾ. വന്മതിലാർന്നിടും മുപ്പുരങ്ങൾ അമ്പാ തകർത്ത വില്ലാളി വാഴും. വന്മതിൽ മുപ്പുരങ്ങൾ, വന്മതിലാർന്നിടും മുപ്പുരങ്ങൾ അമ്പാ തകർത്ത വില്ലാളി വീരനാണ് ശിവൻ. അപ്പോൾ മുപ്പുരങ്ങൾ, ത്രിപുരങ്ങൾ ദഹിപ്പിച്ചവനാണ്, ത്രിപുരദഹനം നടത്തിയവനാണ്. തൻ്റെ കയ്യിലെ അമ്പാൽ ത്രിപുരന്മാരെ മുഴുവൻ നശിപ്പിച്ച, ആ ത്രിപുരന്മാരുടെ രാജ്യങ്ങളും നശിപ്പിച്ച മഹാഭഗവാനായ ശക്തി കേന്ദ്രമായ ശിവഭഗവാനിതാ എഴുന്നള്ളാൻ പോകുന്നു. വന്മതിലാർന്നിടും മുപ്പുരങ്ങൾ അമ്പാ തകർത്ത വില്ലാളി വാഴും തിരുവേഗമ്പത്തെ പൊൻകോവിൽ വാഴ്ത്തി നാം. അങ്ങനെയുള്ള ശിവൻ വസിക്കുന്ന, അതായത് കാഞ്ചീപുരത്തെ ക്ഷേത്രത്തിൽ ഏകാംബര ശിവനാണ് അവിടെ കുടികൊള്ളുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. വന്മതിലാർന്നിടും മുപ്പുരങ്ങൾ അമ്പാ തകർത്ത വില്ലാളി വാഴും തിരുവേഗമ്പത്തെ പൊൻകോവിൽ വാഴ്ത്തി. നമുക്ക് ആ പൊൻകോവിൽ വാഴ്ത്താം. കാഞ്ചീപുരത്തുള്ള ഏകാംബര ശിവക്ഷേത്രത്തെ നമുക്ക് വാഴ്ത്തിപ്പാടാം. അവിടെ ആരാണ് കുടികൊള്ളുന്നത്? ശിവൻ. എങ്ങനെയുള്ള ശിവനാണ് കുടികൊള്ളുന്നത്? മുപ്പുരങ്ങളെ അമ്പാ തകർത്ത വില്ലാളി വീരനായ ശിവൻ്റെ ചിത്രമാണ്. അപ്പോൾ മുപ്പുര ദഹനത്തിന് ശേഷം, ത്രിപുരന്മാരെ ദഹിപ്പിച്ചതിന് ശേഷമുള്ള ശിവൻ്റെ ആ ഭാവങ്ങളാണ് കാഞ്ചീപുരത്തെ ഏകാംബരനാഥ ക്ഷേത്രത്തിലെ ശിവനിൽ കുടികൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശിവനെ നമുക്ക് വാഴ്ത്തിപ്പാടാം. തിരുവേഗമ്പത്തെ പൊൻകോവിൽ വാഴ്ത്തിപ്പാടാം. ചെഞ്ചുണ്ടിൽ പുഞ്ചിരി തൂകുന്നോരെ താതൻ മുക്കണ്ണന് പൊന്നിൻ ചൂർണം നീരാടാനായിരിക്കണം നമ്മൾ. താതന്, പിതാവിന് നീരാടാൻ വേണ്ടി, തലയിൽ തേക്കുന്നതിന് വേണ്ടി, ശരീരത്തിലൊക്കെ തേച്ച് കുളിക്കുന്നതിന് വേണ്ടി മുക്കണ്ണന് പൊന്നിൻ ചൂർണം നമുക്ക് ഇടിച്ച് ശരിയാക്കാം. അപ്പോഴേക്കും ഭഗവാൻ വരും. ആ ഭഗവാൻ വരുമ്പോൾ നമുക്ക് പൊൻവിളക്കുമായി, കത്തിച്ച ദീപവുമായി അദ്ദേഹത്തെ ഏറ്റവും മുന്നിൽ നിന്ന് എതിരേൽക്കണം. ഉലക്കകൾ ഓങ്ങുന്ന മൂത്തവർക്കോ ഉലകെല്ലാം ഉരലായാൽ പോരാതായി കൂടുവാൻ വന്നോരടിയാന്മാർക്കോ കാണായ ലോകവും പോരാതായി നമ്മൾക്ക് നന്മയുണ്ടാകാനായി പുതുമലിപ്പാദങ്ങൾ തന്നോരീശ്വരൻ മലയുടെ മരുമകനെന്ന് വാഴ്ത്തി പാട്ടുകൾ പാടി നാം ആനന്ദിച്ച് പൊന്നൊത്ത ചൂർണമിടിച്ചിടണം.
ഇനി ഭഗവാനെക്കുറിച്ച് വീണ്ടും വർണ്ണിക്കുകയാണ്. ഉലക്കകൾ ഓങ്ങുന്ന മൂത്തവർക്ക്. ഒരുപാട് പേര് ഇതേപോലെ പൊൻപൊടി ഉണ്ടാക്കുന്നുണ്ട്. അതിലെ മൂത്ത ആൾക്കാർ, ഉലക്കകൾ ഓങ്ങുന്ന മൂത്തവർക്കും ഉലകെല്ലാം ഉരലായാൽ ചേരാതായി. ഉരലായി മാറി എന്നാണ് പറയുന്നത്. വളരെ ഗംഭീരമായ ഒരു അലങ്കാര കൽപ്പനയാണ്. ഈ പൊടിക്കുന്ന കുത്തുന്ന സ്ത്രീകൾക്ക് ഉരൽ എന്തായിട്ട് മാറുന്നു? ഉലകെല്ലാം ഉരലായാൽ പോരാതായി. ഈ ഉലകുകളായ 14 ലോകങ്ങളും അവർ ഏതിൽ കാണുന്നു? ഉരലിൽ കാണുന്നു. അപ്പോൾ ഈ പൊടി ഉണ്ടാക്കുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ നോക്കൂ. അവർ ഉരലിനെ കാണുന്നത് എങ്ങനെയാണ്? 14 ലോകങ്ങളും ഒന്നിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഉരൽ. ആ ഉരലിലാണ് അവർ ഉലയ്ക്ക് കൊണ്ട് ഇടിക്കുന്നത്. ഉലകെല്ലാം ഉരലായാൽ പോരാതായി കൂടുവാൻ വന്നോരടിയാന്മാർക്കോ കാണായ ലോകവും പോരാതായി. ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അടിയാന്മാർ, ശിവൻ്റെ അടിയാന്മാരായ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ മഹനീയ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ ക്ഷേത്രം മുറ്റത്ത് അണിനിരന്നിട്ടുണ്ട്. കാണായ ലോകമെല്ലാം പോരാതായി. അവർക്ക് ഈ ലോകം പോരാതായി. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ലോകങ്ങളെല്ലാം നിന്നിട്ടും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു എന്നാണ് പറയുന്നത്. കാണായ ലോകവും പോരാതായി. നമ്മൾക്ക് നന്മയുണ്ടാകാനായി പുതുമലർപാദങ്ങൾ തന്നോരീശൻ. എന്തിനു വേണ്ടിയാണ് ഈശൻ ഇവിടേക്ക് എഴുന്നള്ളുന്നത്? നമ്മൾക്ക് നന്മ ഉണ്ടാകാനായി. നമ്മുടെ കർമ്മവിനകളെ മുഴുവനും അറുത്ത് നമ്മൾക്ക് നന്മ ഉണ്ടാക്കി നമ്മളെ മോക്ഷസുഖത്തിൽ ആറാടിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ വരാൻ പോകുന്നത്. പുതുമലർപാദങ്ങൾ തന്നൊരീശൻ മലയുടെ മരുമകൻ എന്ന് വാഴ്ത്തി. പാദങ്ങൾ, മലര് പോലുള്ള പാദങ്ങൾ, ആ പർവ്വതത്തിൻ്റെ മരുമകനെന്ന് വാഴ്ത്തി. മലയുടെ മരുമകനാണ്. അതായത് ഹിമവാൻ്റെ പുത്രിയെയാണ് ശിവൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഹിമവത് പുത്രിയായ പാർവതീ ഭർത്താവിനെ നമുക്ക് വാഴ്ത്തി പാടാം. പാട്ടുകൾ പാടി നാം ആനന്ദിച്ച് പൊന്നൊത്ത ചൂർണ്ണമിടിച്ചിടണം. പാട്ടുകൾ പാടി നാം ആദരിച്ച് ഈ ചൂർണ്ണം ഇടിച്ച് കഴിയുമ്പോഴേക്കും ഭഗവാൻ ഇവിടേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ആയിരക്കണക്കിന് ആൾക്കാർ, ഉലകം പോലും ഈ സ്ഥലം തികയാതെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക്, പ്രശസ്തമായ ഏകാംബരനാഥ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ശിവഭഗവാൻ, എങ്ങനെയുള്ള ത്രിപുരദഹനം നടത്തിയ ശിവഭഗവാൻ ഇതാ നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി നമ്മൾക്ക് നന്മകൾ നൽകാൻ വേണ്ടിയിട്ട്, നമുക്ക് മോക്ഷം നൽകാൻ വേണ്ടി അടിയാന്മാർക്കും നമ്മൾക്കും എല്ലാം തന്നെ, ശിവാടിയാന്മാർക്കും എല്ലാവർക്കും മോക്ഷം കൊടുക്കാൻ വേണ്ടി ഇതാ മുപ്പുരങ്ങളെ എരിച്ച ആ ശിവഭഗവാൻ, ഇതാ ശക്തിസ്വരൂപനായ ശിവഭഗവാൻ ഇതാ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളാൻ പോകുന്നു. നമുക്ക് ശിവസ്തുതികൾ പാടി ശിവനെ വരവേൽക്കാം. ബ്രഹ്മാദിദേവന്മാർ വരെ ഇവിടെ കുടത്തിൽ വിളക്കുമായി ശിവനെ എതിരേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ഓം ശിവ